1000 മാസങ്ങളെക്കാൾ പവിത്രമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന റമദാൻ മാസം വീണ്ടും ആഗതമായിരിക്കുന്നു. വിശ്വാസികൾക്ക് ഇത് ഉണർവിൻ്റെ മാസം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ദിനങ്ങൾ, മതസൗഹാർദ്ദങ്ങൾ ഉദ്ഘോഷിക്കുന്ന സമൂഹ നോമ്പുതുറകളുടെ കാലം. വിശ്വാസിയെ ശുചീകരിക്കാനുള്ള ഈ റമദാൻ മാസത്തിൽ ഒരു നോമ്പുതുറ വിഭവമാണ് ചാനൽ 3 ഇന്ന് അവതരിപ്പിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ലാച്ച പക്കോടയും പുതിന ചട്നിയും ഒപ്പം ഏത്തപ്പഴം സ്മൂത്തി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് വെച്ച് ഇഫ്താറിന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വിഭവം ലാച്ച പക്കോട, കൂടുതൽ ടേസ്റ്റി മല്ലിയില ചട്നിയും പിന്നെ ഒരു ഹെൽത്തി ജ്യൂസും. അപ്പോൾ ആദ്യം പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് ഒരു 6 എണ്ണം, പച്ചമുളക് ഒരു 4 എണ്ണം, മല്ലിയില ഒരു പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മൈദ 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറക്കാൻ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ ചീകിയെടുക്കുക. നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയുക. ഇതിൽ നിന്നും അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് ഉപ്പ് എന്നിവ ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മൈദ, കോൺഫ്ലോർ എന്നിവ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എണ്ണ ചൂടാക്കി താഴ്ന്ന തീയിൽ വെച്ച് കുറച്ച് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇട്ട് കൊടുക്കുക. പക്കോടയുടെ വക്കുഭാഗം ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. നമ്മളുടെ ലാച്ച പക്കോട തയ്യാറായിരിക്കും. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: മല്ലിയില 1 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു അല്ലി, പച്ചമുളക് 2 എണ്ണം, തൈര് 1 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് സാൾട്ട് 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൈര്, ബ്ലാക്ക് സാൾട്ട്, ജീരകപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം 1, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഈന്തപ്പഴം 6 എണ്ണം, തണുത്ത വെള്ളം 2 കപ്പ്, ഐസ് ക്യൂബ്സ് ആവശ്യത്തിന്, ഉപ്പ് 1 നുള്ള്. തയ്യാറാക്കുന്ന വിധം: പഴം മുറിച്ചെടുത്ത് ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് മിക്സിയിൽ അരിച്ചെടുക്കുക. നന്നായി അരിച്ചെടുത്ത് ചോപ്പ് ചെയ്ത് നട്സ് കൊണ്ട് അലങ്കരിച്ച് തണുപ്പോടെ കുടിക്കുക. മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ സർവശക്തനോട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ പുണ്യ റമദാൻ മാസത്തിൽ എല്ലാവർക്കും റമദാൻ ആശംസകളോടെ ചാനൽ 3 സഞ്ചാരം തുടരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.